ഭയങ്കരമായിട്ടുള്ള വോമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആണ്. അപ്പം എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയും അതുപോലെ ഡെലിവറി സ്റ്റോറിയും ഹായ് ഗായ്സ്. അപ്പം ഇന്നൊരു വീഡിയോ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് അനുഭവിച്ച ആ ഒരു പ്രഗ്നൻസി സ്റ്റോറിയും അതുപോലെ ഡെലിവറി സ്റ്റോറിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനും പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഒരുപാട് ഈ ടൈപ്പ് വീഡിയോസ് കാണാറുണ്ടായിരുന്നു. ഡെലിവറി എക്സ്പീരിയൻസ്, പ്രഗ്നൻസി ജേണി, ഇതൊക്കെ ഞാൻ കണ്ട് എനിക്കും ഒരുപാട് കാര്യങ്ങൾ കണ്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അതേ എക്സ്പീരിയൻസ് ചെയ്ത വേറൊരാളും ഉണ്ടല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഡെലിവറി കഴിയുമ്പോഴും എന്തായാലും ഒരു ഡെലിവറി എക്സ്പീരിയൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യും എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയത് ഏപ്രിൽ 17 വെച്ചിട്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെ വെച്ചിട്ടായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അറിയുന്നത് മെയ് ഹാഫ് ആവുമ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. നമ്മുടെ ഫസ്റ്റ് ഒരു തരത്തിലുള്ള സിംറ്റംസോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ക്ഷീണമോ സാധാരണ ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആണ് ഒരു രീതിയിലുള്ള സിംറ്റംസും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ കാഷ്വലായിട്ട് ഏപ്രിൽ തൊട്ട് മെയ് ആ ഡേറ്റ് വരെ ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1 മന്ത് ഞാൻ അറിയാതെ യാത്ര ചെയ്തു. അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല. പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ക്ലാസ് നിർത്തി ഫുൾ വീട്ടിലായി. അപ്പം അതുവരെ ഞാൻ യാത്രയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഒരു ഡോക്ടറിനെ വീട്ടിൽ പോയിട്ടായിരുന്നു കൺസൾട്ട് ചെയ്തത്. ഞാൻ ആദ്യം കാണിച്ചത് നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡോക്ടറിനെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. സിംറ്റംസോ വൊമിറ്റിങ്ങോ ഒന്നുമില്ല. ബാക്ക് പെയിൻ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. കാഷ്വലായിട്ട് എന്നും എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഏകദേശം മെയ് കഴിഞ്ഞ് ജൂൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് വൊമിറ്റിങ്ങിൻ്റെ ചെറുതായിട്ട് വൊമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഫസ്റ്റ് രാവിലെ വൊമിറ്റിങ് അങ്ങനെയൊക്കെ ആയിരുന്നു. ജൂൺ ഏകദേശം ഒരു ഹാഫൊക്കെ ആയപ്പം ഭയങ്കര ഛർദ്ദിൽ. എന്ന് വെച്ചാൽ ഒരു വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത, എനിക്ക് ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഫോളിക് ആസിഡ് ആണല്ലോ ഫസ്റ്റ് കഴിക്കുന്നത്. ഫോളിക് ആസിഡ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എല്ലാം വൊമിറ്റ് ചെയ്ത് കിടക്കും. എല്ലാം ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റാതെ ഏകദേശം ഞാൻ 4 മാസത്തോളം വൊമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ 2nd മന്ത് പോയി. 3rd മന്ത് ആയപ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ഫസ്റ്റ് ഗവൺമെൻറ് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ പോയി ഞാൻ അഡ്മിറ്റായി. അപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവിടെ ഹോസ്പിറ്റലിൽ പ്രഗ്നൻസി മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പേഷ്യൻസും അവിടെ ജനറൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പേഷ്യൻസും അവിടെ ഉണ്ട്. അപ്പോൾ എന്നെ അഡ്മിറ്റ് ആക്കിയപ്പോൾ എന്നെ കൊണ്ട് കിടത്തിയത് ഒരു കാഷ്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പേഷ്യൻസും അവിടെ ഉണ്ട്. പനി പിടിച്ചവർ, അങ്ങനെ ഒരുപാട് പകർച്ചവ്യാധികളൊക്കെ ഉള്ള സ്ഥലത്താണ് എന്നെ കൊണ്ട് കിടത്തിയത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് കിട്ടിയത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ തൈക്കാട് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അവിടെ ആകുമ്പോൾ പ്രഗ്നൻസി അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ. കുഞ്ഞു വാവകളുടെ ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് തൈക്കാട് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ തൈക്കാട് ഹോസ്പിറ്റലും ഒരു ഡോക്ടറിനെ വീട്ടിലായിരുന്നു കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ഛർദിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 4 മന്ത്സ് അടുപ്പിച്ച് വരെ ഛർദിലിൻ്റെ പിടിയിലായിരുന്നു. ഭയങ്കരമായിട്ടുള്ള വൊമിറ്റിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതിലൊരു അസെറ്റോൺ എന്ന് പറയുന്ന സാധനം ടെസ്റ്റ് ചെയ്യും നമ്മുടെ പ്രഗ്നൻസി ഛർദിൽ വരുന്ന ടൈമിൽ. എന്നുവെച്ചാൽ നമ്മുടെ യൂറിൻ എത്രത്തോളം നമ്മുടെ ഉള്ളിലെ ഡീഹൈഡ്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും അസെറ്റോൺ പോസിറ്റീവായിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അത്രയ്ക്കും വൊമിറ്റിംഗ് ആയിരുന്നു. അതിനെ നമ്മുടെ ഡോക്ടറിൻ്റെ പേരിൽ ഡോക്ടേഴ്സ് പറയുന്നത് ഹൈപ്പറെമസിസ് ഗ്രാവിഡാരം, അങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഏകദേശം 4 മന്ത്സ് വരെ അതിൻ്റെ പിടിയിലായിരുന്നു. അങ്ങനെ 4 മന്തൊക്കെ ഏകദേശം പൂർത്തിയായി 5th മന്തിലോട്ട് പോയപ്പോൾ ഞാൻ ഓക്കെ ആയി. എന്ന് വെച്ചാൽ വൊമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന്
ഒക്കെ നമ്മുടെ സാധാരണ ഇതായിട്ട് വന്നു, പഴയ പോലെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയിലോട്ടെത്തി. ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്കാനിങ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ സ്കാനിങ് ചെയ്തു, 5th മന്തിൻ്റെ സ്കാനിങ് ചെയ്തു. എനിക്ക് 3rd മന്ത് സ്കാനിങ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ പ്ലാസിൻ്റെ പൊസിഷൻ ലോ ലൈങ് ആയിരുന്നു. അപ്പോൾ ഫുള്ള് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് പഠിക്കാനൊന്നും പോകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് 3rd മന്ത് സ്കാനിങ് ചെയ്തപ്പോൾ തന്നെ പ്ലാസിൻ്റെ ലോ ലൈങ് ആയിരുന്നു. അങ്ങനെ 5th മന്ത് സ്കാനിങ് ചെയ്തപ്പോഴും പ്ലാസിൻ്റെ ലോ ലൈങ് തന്നെ, അപ്പോഴും പിന്നെയും റെസ്റ്റ്. അങ്ങനെ റെസ്റ്റായി ഏകദേശം 7th മന്തൊക്കെ ആയപ്പോൾ എനിക്ക് പിന്നെ സ്കാനിങ് ചെയ്തു. അപ്പോൾ പ്ലാസിൻ്റെ ഓക്കെ ആയി, പ്ലാസിൻ്റെ നോർമൽ സ്റ്റേറ്റായി. അപ്പോൾ എനിക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂടി എന്ന് വെച്ചാൽ എനിക്ക് 14 ആയിരുന്നു 5th മന്ത് നോക്കിയപ്പോൾ FI അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്. പക്ഷേ 7th മന്ത് ആയപ്പോൾ അത് 17.5 ആയി. ഏകദേശം 17 അങ്ങോട്ടൊക്കെ പോകുന്നത് കൂടുതലാണ്, എന്ന് വെച്ചാൽ അത്ര കൂടുതലായിട്ടില്ല, കൂടാൻ ഇനിയും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, ഷുഗർ ടെസ്റ്റ് ചെയ്യണം, ഇടയ്ക്കൊക്കെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തു. ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഷുഗർ നോർമലാണ്, പക്ഷേ എൻ്റെ ഫ്ലൂയിഡ് ലെവൽ എപ്പോഴും ആ ഒരു ലെവലിൽ കൂടി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഷുഗർ ഡോക്ടർ പറഞ്ഞു ഷുഗർ ഉള്ളിൽ എവിടെയെങ്കിലും കുഞ്ഞിനോ എവിടെയെങ്കിലും കാണും, അതുകൊണ്ട് ഷുഗർ മാക്സിമം കൺട്രോൾ ചെയ്ത് പോയാൽ മതി. ഷുഗർ കൂടിക്കഴിഞ്ഞ് ഫ്ലൂയിഡ് നന്നായിട്ട് കൂടും, ഇപ്പോഴേ കൂടുതലാണ്, അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് എനിക്ക് ഒട്ടും ഷുഗർ ഇല്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഷുഗർ കഴിക്കാതെ രാവിലെ ചായയ്ക്ക് ഒരു വെറും ചായ ഞാൻ എന്ന് വെച്ചാൽ മധുരമില്ലാത്ത ചായ ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഈ ടൈമിൽ ഞാൻ അതും കുടിച്ചു. പിന്നെ ചോറ് കഴിച്ചില്ല, ഒരു സ്പൂൺ ചോറൊക്കെ കഴിച്ച്. അങ്ങനെ ഞാൻ ഈ അവസ്ഥയൊന്നും അല്ലായിരുന്നു, കുറച്ചുകൂടെ ഈ അവസ്ഥയിലായിരുന്നു. എനിക്ക് ഫോട്ടോ കാണിച്ചു തരാം എൻ്റെ അപ്പോഴത്തെ എൻ്റെ ബോഡിയൊക്കെ നന്നായിട്ട് ഉണങ്ങി. വയറ് മാത്രം, നമ്മുടെ വാവയുടെ വയറ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു. ആ ഒരു സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കാനേ പറ്റില്ല. എനിക്ക് ഫസ്റ്റ് 4 മന്ത്സും നേരെ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല, കാരണം വോമിറ്റിംഗ് ആയിരുന്നു. ലാസ്റ്റ് മന്ത്സും എനിക്ക് നേരെ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഈ ഷുഗറും കൺട്രോളും അങ്ങനത്തെയൊക്കെ. അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനത്തെ ഒരു ഭയങ്കര ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് വിഷമിച്ച സമയം പ്രഗ്നൻസി സമയത്തായിരുന്നു, കാരണം ഫുഡ് ഇങ്ങനെ കൺട്രോളൊക്കെ ചെയ്യേണ്ടി വന്നതുകൊണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഫ്ലൂയിഡ് ലെവൽ ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ ഫ്ലൂയിഡ് ലെവലൊക്കെ ഓക്കെ ആയി, അങ്ങനെ എല്ലാം ഓക്കെ ആയി വന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യും, എനിക്ക് കുറേ സ്കാൻ ചെയ്തു. ജസ്റ്റ് സാധാരണ 5 സ്കാനൊക്കെ കാണുള്ളൂ, എനിക്കൊരു 8 ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് പ്ലാസിൻ്റെ ശരിയായെന്ന് നോക്കാനും അതുപോലെ ഫ്ലൂയിഡ് ലെവൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ. അങ്ങനെ പിന്നെയും 8ാമത്തെ മാസവും എനിക്ക് സ്കാൻ ചെയ്തു. അപ്പം എനിക്ക് ഫ്ലൂയിഡ് ലെവൽ ഓക്കെ ആയി. ചെറുതായിട്ട് കോഡ് കുരുങ്ങിയിട്ടുണ്ടായിരുന്നു വാവയുടെ നെക്കിൽ. അങ്ങനെ ഒരു ടെൻഷൻ, ഫുള്ള് ടെൻഷൻ, എന്ന് വെച്ചാൽ എല്ലാം ടെൻഷനോട് ടെൻഷൻ. ലാസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ തൊട്ട് ടെൻഷൻ. അപ്പോൾ ഞാൻ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ചെക്ക് ചെയ്യും, ഇങ്ങനെ നെക്കിൽ കോഡ് ചുറ്റിയാണ്ട് പ്രശ്നം, ഫ്ലൂയിഡ് ലെവൽ കൂടിയ പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ കൂടിയതാണ് സംഭവം, ഇങ്ങനെ സംഭവിക്കും, മറ്റു സംഭവം. അങ്ങനെ ഫുള്ള് ടെൻഷൻ അടിച്ച് ലാസ്റ്റ് മന്ത് വരെ എത്തി. അപ്പോൾ എൻ്റെ ഡ്യൂ ഡേറ്റ് ജനുവരി ആയിരുന്നു, അപ്പോൾ ജനുവരി 20 അങ്ങോട്ടൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ അഡ്മിറ്റ് ആക്കി. ഏകദേശം ജനുവരി 2 ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. ഡിസംബർ എനിക്ക് ഡോക്ടർ ഇട്ടു, കാരണം ക്രിസ്മസൊക്കെ ഇല്ലേ, അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്മസൊക്കെ ഞാൻ നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിൽ ഫസ്റ്റ് അഡ്മിറ്റായി. എൻ്റെ ബ്ലഡ് മൊത്തം ടെസ്റ്റ് ചെയ്തു, എല്ലാ തൈറോയിഡ് എല്ലാം നോർമലായിരുന്നു. ഹീമോഗ്ലോബിനൊക്കെ എനിക്ക് ഫസ്റ്റ് കുറവായിരുന്നു, കാരണം ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ, നേരെ ഫുഡൊന്നും കഴിക്കാതെ ഭയങ്കര കുറഞ്ഞു വരും. ഭയങ്കര കുറഞ്ഞിട്ടില്ല, ഒരു 10 നോർമൽ കറക്റ്റ് ലെവലിൽ നിന്നു. പക്ഷെ കുറച്ച് കൂടി നിന്നാലേ നമുക്ക് ഏകദേശം നല്ല നോർമലി പോവുള്ളൂ, ഭാവിക്ക് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് HB ഒരിക്കലും കുറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ HB ഒക്കെ ഫ്രൂട്ട്സൊക്കെ ഞാൻ നന്നായിട്ട് കഴിച്ചു. അതുകൊണ്ടാണോ ഈ വാവ ഇങ്ങനെ വാവയ്ക്ക് വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു വെച്ചാൽ 7th മന്ത് കഴിഞ്ഞ് 8th മന്ത് സ്കാൻ ചെയ്തപ്പോൾ കോടും ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഭാവിയെ കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു, 2-3 വീക്സ് വെയിറ്റ് കൂടുതലായിരുന്നു. അങ്ങനെ ഒരു സംഭവം കൂടെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫുഡ് പിന്നെയും കൺട്രോൾ ചെയ്ത് പോകേണ്ടതായി, കാരണം ആ വെയിറ്റൊക്കെ വയ്ക്കുമ്പോൾ ഒന്നിനെ പേടിച്ചിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഡ്യൂ മന്ത് വരെ എത്തി, ജനുവരി വരെ എത്തി. അപ്പോൾ ജനുവരിയിലായപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ നിന്നുള്ള ഫുഡല്ലേ കഴിക്കാൻ പറ്റൂ. അങ്ങനെ ആ ഒരു ഡേറ്റ് വരെ, ഞാൻ ഡെലിവറി ആവുന്ന ഡേറ്റ് വരെ നന്നായിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. എന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്ന് ഇടുന്ന ഫുഡല്ലേ, അപ്പോൾ നല്ല ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഞാൻ ഇരുന്നു. ഹെൽത്തി അല്ല, ഹോട്ടലിലെ ഫുഡല്ലേ നന്നായിട്ട് എനിക്ക് കഴിച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഞാൻ അപ്പോഴായിരുന്നു നന്നായിട്ട് കഴിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിച്ച്
2-ാം തീയതി പോയി, 3-ാം തീയതി പോയി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തിട്ട് അപ്പോഴും ഭാവിക്ക് വെയിറ്റ് നല്ല കൂടുതലാണ്. കാരണം എനിക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ്. സോ വാവയുടെ വെയിറ്റും എൻ്റെ ഹൈറ്റും പ്രൊപ്പോർഷനൽ എന്ന് വെച്ചാൽ വാവ എന്നെക്കാട്ടിലും എന്ന് വെച്ചാൽ എൻ്റെ ഹൈറ്റിനൊക്കെ പ്രൊപ്പോർഷനല്ല വാവയുടെ വെയിറ്റ്. വാവയ്ക്ക് വെയിറ്റ് 3.8 ഉണ്ടായിരുന്നു ഡെലിവറി ആയ ടൈം. ഡോക്ടർ പറഞ്ഞു കൂടുതൽ റിസ്ക് എടുക്കണ്ട, കൂടുതൽ റിസ്ക് എടുത്തിനിപ്പം അത്ര നോക്കണ്ട, നമുക്ക് ഒരു ജനുവരി 20 ഒന്നും പോകത്തില്ല, അതിന് മുമ്പ് എന്തായാലും 10-നുള്ളിൽ ഡേറ്റ് കാണും എന്ന് പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അവരുടെ വെയിറ്റും കൂടുതലാണ്, 2-3 വീക്സ് കൂടുതലാണ്. പിന്നെ നെക്കിന് ചുറ്റും 2 കൂടൊക്കെ ചുറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ ഭയങ്കര ഒരു ഇതൊക്കെ പറഞ്ഞു സ്കാനിങ്ങിൽ. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, പിറ്റേ 6-ന് വന്നിട്ട് പറഞ്ഞു ജനുവരി 7 നാളെ രാവിലെ 6:30 റെഡിയായിട്ടൊക്കെ വരണം എന്ന് പറഞ്ഞു. എനിക്ക് എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വാവയുടെ അനക്കം അല്ലാതെ അറ്റം വരെ എനിക്ക് നന്നായിട്ട് അറിയും. കാരണം നമുക്ക് ഡെലിവറി പെയിൻ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ലൊരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങ് നല്ല നമ്മുടെ താഴെ. അപ്പോൾ എനിക്ക് ഡൗട്ട് ഇനി ഡെലിവറി പെയിൻ ഒക്കെയാണോ. അപ്പം ഈ വാവേനെ ഒരിക്കലും നമുക്ക് നോർമലി ഡെലിവറി ആക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. കാരണം വാവയ്ക്ക് വെയിറ്റ് എൻ്റെ ഹൈറ്റിനൊത്ത പ്രൊപ്പോർഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ വാവയ്ക്ക് വെയിറ്റ് ആയതുകൊണ്ട് വാവ നോർമലി വന്നാലും ഹാഫ് വേ സിസേറിയൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുത്ത് വാവയുടെ അത് 2 പേർക്കും പ്രശ്നം വരണ്ട, അതുകൊണ്ട് ഡയറക്റ്റ് C-സെക്ഷൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം ഇത്ര ടൈം വരെ ആഹാരം കഴിച്ചുകൂടാ, പിന്നെ എന്താണ് രാവിലെ 6:30 റെഡിയായിട്ടൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 7-ന് രാവിലെ എമർജൻസി C-സെക്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് എന്നെയാണ് വിളിച്ചത്. കാരണം എനിക്ക് പോകുമ്പോൾ എന്നെ വീൽചെയറിൽ കൊണ്ടുപോകുമ്പോഴും എനിക്ക് നന്നായിട്ട് വാവയുടെ മൂവ്മെൻ്റ് അറിയാം. വാവ താഴെ വന്നിട്ട് എനിക്ക് തള്ളുന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ ഡോക്ടറിന് ഉറപ്പായി ഇത് നോർമലി ചിലപ്പോൾ വന്നാലോ എന്ന് കരുതിയിട്ട് ഡോക്ടർ ഡയറക്റ്റ് നാളെ തന്നെ ചെയ്യാം, ഇനി വെയിറ്റ് ചെയ്താൽ എനിക്ക് പ്രശ്നമായതുകൊണ്ട്, എനിക്ക് വാവയ്ക്ക് പ്രശ്നമായതുകൊണ്ട് ഡോക്ടർ ഡയറക്റ്റ് C-സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം 7-ാം തീയതി രാവിലെ ഞാനെല്ലാം ഒരുങ്ങി. ഈ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല, ഞാൻ വീഡിയോ എടുത്ത് ചേർക്കുക, ഞാൻ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കാതെ ഞാൻ ഹാപ്പി ആയിട്ടാണ് C-സെക്ഷന് പോയി. എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. പക്ഷേ ഞാൻ അതിന് മുമ്പ് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം എനിക്ക് വലിയ ടെൻഷനില്ല, അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാവും അവിടെ ചെല്ലുമ്പം. കാരണം അത്രയ്ക്കും റൂഡാണ് ഹോസ്പിറ്റൽ സറൗണ്ടിങ്സൊക്കെ, നമുക്ക് അത്രയ്ക്ക് ഹാപ്പി ആയിരിക്കില്ല.